Good morning all of you. എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡയഗ്രംസിനെ കുറിച്ചിട്ടാണ്. ഫ്രീക്വൻസി ഡയഗ്രമുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഫ്രീക്വൻസി ഡയഗ്രങ്ങളാണ് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ് ഓർ ഒജീസ്. അപ്പോൾ പ്രധാനപ്പെട്ട ഫ്രീക്വൻസി ഡയഗ്രങ്ങളാണ് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ് ഓർ ഒജീസ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം? A histogram is a set of rectangles with class interval as bases and corresponding frequencies as heights. A histogram is a set of rectangles with class interval as bases and corresponding frequencies as heights. ക്ലാസ് ഇന്റർവലുകൾ വീതിയായും ഫ്രീക്വൻസികൾ ഉയരമായും എടുത്തിട്ടുള്ള ചതുരങ്ങളുടെ ഒരു സെറ്റാണ് ഹിസ്റ്റോഗ്രാം. ക്ലാസ് ഇന്റർവലുകൾ വീതിയായും ഫ്രീക്വൻസികൾ ഉയരമായും എടുത്തിട്ടുള്ള ചതുരങ്ങളുടെ ഒരു സെറ്റാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിൽ ചതുരങ്ങൾക്കിടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാവില്ല. ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിൾ അഥവാ ചരമാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ എന്ത് മാർക്ക് ചെയ്യും എന്ന് പറയുന്നത് വേരിയബിൾ മാർക്ക് ചെയ്യും. വൈ ആക്സിസിൽ ഫ്രീക്വൻസിയും മാർക്ക് ചെയ്യും. നമുക്ക് ഹിസ്റ്റോഗ്രാം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ഹിസ്റ്റോഗ്രാം ഫോർ ദി ഫോളോയിങ് ഡാറ്റ. താഴെ പറയുന്ന ഡാറ്റ അനുസരിച്ചിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വേരിയബിളും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. വേരിയബിൾ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. വേരിയബിൾ നമുക്ക് ക്ലാസുകളായിട്ടാണ് തന്നിട്ടുള്ളത്. ഇനി ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ. ഫ്രീക്വൻസി 5, 11, 18, 20, 16 അങ്ങനെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിൾ ആണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ വേരിയബിൾ ക്ലാസുകളായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ക്ലാസുകളാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് 10 to 20, 20 to 30, 30 to 40, 40 to 50 അങ്ങനെ 5 ക്ലാസുകൾ മാർക്ക് ചെയ്യണം. അപ്പോൾ എക്സ് ആക്സിൽ നമുക്ക് 5 പോയിന്റ് മാർക്ക് ചെയ്യാനുണ്ട്. ഇനി അതേപോലെ തന്നെ ഫ്രീക്വൻസി വൈ ആക്സിസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എത്ര ഫ്രീക്വൻസി ഉണ്ട്? 5 ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ 5 പോയിന്റ് നമുക്ക് വൈ ആക്സിസിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതിനുള്ള എക്സ് ആക്സിസും വരച്ചിട്ടുണ്ട്, വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിൾ എന്ന് എഴുതിയിട്ടുണ്ട്, വൈ ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസിയും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ് ആക്സിസിലെ വേരിയബിൾ എങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ വേരിയബിൾ നമുക്ക് ക്ലാസ്സിലാണ് തന്നിട്ടുള്ളത്, ക്ലാസുകളായിട്ടല്ലേ തന്നിട്ടുള്ളത്. എത്ര ക്ലാസുകളുണ്ട്? 5 ക്ലാസുകളുണ്ട്. ഓരോ ക്ലാസിന്റെയും ക്ലാസ് ഇന്റർവലുകൾ എത്രയാണ്? ആദ്യത്തെ ക്ലാസ് 0 to 10, രണ്ടാമത്തെ ക്ലാസ് 10 to 20. ഇതിന്റെയൊക്കെ ക്ലാസ് ഇന്റർവൽ എത്രയാണ്? 0 to 10 എന്ന് പറയുമ്പോൾ 10 ആണ്. അടുത്ത ക്ലാസ്സിൽ 10 to 20 എന്ന് പറയുമ്പോൾ അപ്പൊ തമ്മിലുള്ള അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 അല്ലേ? ഓക്കെ. അപ്പൊ ഓരോ ക്ലാസിന്റെയും ക്ലാസ് ഇന്റർവൽ എത്രയാണ്? 10 ആണ്. ഇനി ഈ 5 ക്ലാസ്സിൽ വെച്ച് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 0 ആണ്. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 50 ആണ്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ 0യും ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ 50യും ഉൾപ്പെടുത്തണം. എത്ര വ്യത്യാസത്തിലാണ്? 10 ഡിഫറൻസിൽ. അതായത് ക്ലാസ് ഇന്റർവൽ ഇവിടെ എത്രയാണ്? 10 ആണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഓൾറെഡി നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് 10 ആണ്. 1 സെന്റിമീറ്റർ അകലത്തിൽ നമ്മൾ 10 മാർക്ക് ചെയ്യുന്നു. 10. ഇനി 10 ഡിഫറൻസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 20, 30, 40, 50 അങ്ങനെ നമ്മൾ 5 പോയിന്റ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ വേരിയബിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം. ഇതിലെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി ഏതാണ്? 20 ആണ്. ഏറ്റവും ചെറിയ ഫ്രീക്വൻസി 5 ആണ്. അപ്പൊ നമുക്ക് 5 ഡിഫറൻസിൽ 20 വരെ മാർക്ക് ചെയ്യാം. എത്ര പോയിന്റുകൾ മാർക്ക് ചെയ്യേണ്ടി വരും? 4 പോയിന്റുകൾ മാർക്ക് ചെയ്യേണ്ടി വരും അല്ലെ. 5, 10, 50, 20. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഡിഫറൻസ് ആയിട്ട് വൈ ആക്സിസിൽ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡയഗ്രത്തിന്റെ വലിപ്പം കൂടും. ഇവിടെ 20 ആണ്. അപ്പൊ നമുക്ക് 10 പോയിന്റ് മാർക്ക് ചെയ്യേണ്ടി വരും വൈ ആക്സിസിൽ. അപ്പോൾ ഞാനിവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 5 ആണ് ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത്. 1 സെന്റിമീറ്റർ അകലത്തിൽ 5 ഡിഫറൻസിൽ നമ്മൾ ഫ്രീക്വൻസി മാർക്ക് ചെയ്യാൻ പോവാണ്. 5,
10, 15, 20. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ വേരിയബിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, വൈ ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസിയും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ആദ്യത്തെ ക്ലാസ് എത്രയാണ്? 0 to 10. 0 to 10 എന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 5 ആണ്. അപ്പൊ നമ്മൾ 5 എന്ന ഉയരത്തിൽ ഒരു ബാർ വരയ്ക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ് 10 to 20 ആണ്. അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 11 ആണ്. അടുത്ത ക്ലാസിന്റെ ബാർ നമുക്ക് 11 എന്ന ഉയരത്തിൽ വരയ്ക്കാം. 11 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ. അപ്പോൾ നമ്മൾ 10 to 20 എന്ന ക്ലാസിന്റെ ബാർ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് ഏതാണ്? 20 to 30. അത് നമ്മൾ വരയ്ക്കാൻ പോവാണ്. 20 to 30യുടെ ഫ്രീക്വൻസി 18. 18 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിരിക്കും. അപ്പോൾ നമ്മൾ 20 to 30 എന്നുള്ള ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് 30 to 40. 30 to 40യുടെ ഫ്രീക്വൻസി എത്രയാണ്? 20. ഏകദേശം ഇവിടെ ആയിരിക്കും. തേർട്ടി ടു 40 നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ക്ലാസ് 40 to 50. 40 to 50യുടെ ഫ്രീക്വൻസി 16 ആണ്. 16 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ. ഇപ്പോൾ നമ്മൾ 5 ക്ലാസിന്റെയും വരച്ചു കഴിഞ്ഞു. ഇനി ഓരോ ക്ലാസിന്റെയും ഹൈറ്റ് എത്രയാണ് നമുക്ക് അറിയണം അല്ലെ? അപ്പൊ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസിന്റെ ഹൈറ്റ് എത്രയാണ്? 5 ആണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഈ ബാറിന് മുകളിൽ എഴുതണം. 10 to 20യുടെ 11 ആണ്. 20 to 30യുടെ 18 ആണ്. 30 to 40യുടെ 20 ആണ്. 40 to 50യുടെ 16 ആണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞു. ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ചതുരങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവരുത്. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ നീളത്തിനും വീതിക്കും പ്രാധാന്യം കൊടുക്കണം. ഓരോ ബാറിന്റെയും വീതിയും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഹിസ്റ്റോഗ്രാം 2 dimensional ഡയഗ്രാം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നീളത്തിനും അതുപോലെ തന്നെ വീതിക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ഡയഗ്രാമാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ചതുരങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി പോളിഗണിനെ കുറിച്ചാണ്. ഫ്രീക്വൻസി പോളിഗൺ ഇസ് എ ഗ്രാഫ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് ഹിസ്റ്റോഗ്രാം വരച്ചും ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെയും വരയ്ക്കാം. നമുക്കിവിടെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. ഹിസ്റ്റോഗ്രാം വരച്ച് എങ്ങനെയാണ് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ഫ്രീക്വൻസി പോളിഗൺ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. താഴെ പറയുന്ന ഡാറ്റ അനുസരിച്ചിട്ട് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത് ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഡാറ്റ നോക്കാം. മാർക്സും തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്സ് തുടങ്ങുന്നത് 0 to 20, 20 to 30, 20 to 40, 40 to 60, 60 to 80, 80 to 100. മാർക്സ് നമുക്ക് 5 ക്ലാസ്സുകളിലായിട്ട് തന്നിട്ടുണ്ട്. 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100 വരെ 5 ക്ലാസ്സുകളിലായിട്ട് മാർക്സ് തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി 5 ആണ്. രണ്ടാമത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി 10 ആണ്. മൂന്നാമത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി 15 ആണ്. നാലാമത്തെ ക്ലാസ് ആയിട്ടുള്ള 60 to 80യുടെ ഫ്രീക്വൻസി 20 ആണ്. അഞ്ചാമത്തെ ക്ലാസിന്റെ ഫ്രീക്വൻസി 5 ആണ്. ഇവിടെ മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ എന്നാണ് കേട്ടോ. മാർക്സ് വേരിയബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത്. നമുക്ക് എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം അല്ലെ? ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും ആവശ്യമാണ്.
എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിൾ ആണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാർക്സ് ആണ് അല്ലെ. അതായത് മാർക്സ് നമുക്ക് 5 ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലാസ് ഇന്റർവൽ എത്രയാണ്, ഓരോ ക്ലാസ്സിന്റെയും ക്ലാസ് ഇന്റർവൽ എത്രയാണ്, 20 അല്ലേ. 0 to 20 എന്ന ക്ലാസ് ഫസ്റ്റ് ക്ലാസിന്റെ ക്ലാസ് ഇന്റർവൽ എത്രയാണ്, 20. അതായത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 20 ആണ്. 20 to 40 എന്ന ക്ലാസിന്റെയും ക്ലാസ് ഇന്റർവൽ എത്രയാണ്, 20 ആണ്. ലാസ്റ്റ് ക്ലാസ് ആയ 80 to 100 എന്ന ക്ലാസിന്റെയും ക്ലാസ് ഇന്റർവൽ എത്രയാണ്, 20 ആണ്. അപ്പൊ നമ്മൾ 20 ഡിഫറൻസിലാണ് എക്സ് ആക്സിസിൽ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്, 0 ആണ്. ഏറ്റവും ഉയർന്ന വാല്യൂ എത്രയാണ്, 100 ആണ്. അങ്ങനെ 0 മുതൽ 100 വരെ നമ്മൾ എക്സ് ആക്സിസിൽ 20 ഡിഫറൻസിൽ മാർക്ക് ചെയ്യും. ഇനി വൈ ആക്സിസിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അഥവാ ഫ്രീക്വൻസി ആണ് നമ്മൾ മാർക്ക് ചെയ്യുക. വൈ ആക്സിസിൽ എത്രയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ, 20 ആണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ചെറുത് 5 ആണ് അല്ലെ. അപ്പൊ ഫ്രീക്വൻസി ഏറ്റവും ചെറിയ ഫ്രീക്വൻസി 5ഉം ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി 20യുമാണ്. നമുക്ക് 5 ഡിഫറൻസിൽ 1 സെന്റിമീറ്റർ അകലത്തിൽ 20 വരെ മാർക്ക് ചെയ്യാം വൈ ആക്സിസിൽ. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നതിനുള്ള എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഹിസ്റ്റോഗ്രാം വരച്ചിട്ടാണ് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നത്. എക്സ് ആക്സിസിൽ നമ്മൾ മാർക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 20, 40, 60, 80, 100 വരെ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ 0 കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഫസ്റ്റ് ക്ലാസ് 0 to 20 ആണ്. അപ്പൊ നമുക്ക് 0 അത്യാവശ്യമാണ്. 0 മുതൽ 100 വരെ നമ്മൾ എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വൈ ആക്സിസിൽ ഫ്രീക്വൻസി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രീക്വൻസി 5, 10, 15, 20 എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ 20 വരെ മാർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ഹയസ്റ്റ് ഫ്രീക്വൻസി 20 ആണ്. പിന്നെ 5 ഡിഫറൻസിലാണ് 1 സെന്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ഫ്രീക്വൻസി മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് 0 to 20 എന്ന് പറഞ്ഞ ഈ ക്ലാസ് ആണ്. അതിന്റെ ഫ്രീക്വൻസി 5 ആണ്. അപ്പൊ 5 ഉയരത്തിൽ നമ്മളൊരു ബാർ വരയ്ക്കും. ഇനി അടുത്ത ക്ലാസ് 20 to 40 അതിന്റെ ഹൈറ്റ് ഫ്രീക്വൻസി എത്രയാണ്, 10 ആണ്. അപ്പൊ 10 ഉയരത്തിൽ നമ്മൾ 20 to 40ക്ക് നമ്മൾ ഒരു ബാർ വരയ്ക്കുന്നു. ഇനി അടുത്ത ക്ലാസ് 40 to 60 ആണ്. അതിന്റെ ഫ്രീക്വൻസി 15 ആണ്. അപ്പൊ നമ്മൾ 40 to 60 എന്ന ക്ലാസിന്റെ ബാർ വരയ്ക്കാൻ പോവാണ്. ഓക്കെ. ഇനി അടുത്ത ക്ലാസ് 60 to 80. 60 to 80യുടെ ഫ്രീക്വൻസി 20 ആണ്. അപ്പൊ 20 ഹൈറ്റിൽ നമ്മൾ 60 to 80 എന്ന ക്ലാസിന്റെ ബാർ വരയ്ക്കാൻ പോവാണ്. ഓക്കെ. ഇനി അടുത്തത് 80 to 100 എന്ന ലാസ്റ്റ് ക്ലാസ് ആണ്. അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്, 5 ആണ്. അപ്പോൾ നമ്മളിവിടെ ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനാണ്. ഇനി നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പോവുകയാണ്. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസ് കുറച്ച് നീട്ടി വരയ്ക്കണം. ഇനി നമ്മൾ ഓരോ ക്ലാസിന്റെയും ബാറിൽ നോക്കാം. ഓക്കെ. ഫസ്റ്റ് ക്ലാസിന്റെ ബാറിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. സെക്കൻഡ് ക്ലാസിന്റെയും ഇതുപോലെ നമ്മൾ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി മൂന്നാമത്തെ ക്ലാസിന്റെ ബാറിന്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. നാലാമത്തെ ക്ലാസിന്റെ ബാറിന്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. അഞ്ചാമത്തെ ക്ലാസിന്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഈ പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞു. ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ ഓരോ ബാറിന്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. ആ മിഡ് പോയിന്റുകളൊക്കെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു അല്ലെ. മിഡ് പോയിന്റ് ഒക്കെ സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ കിട്ടിയതാണ് നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ് ആക്സിസ് കുറച്ച് നീട്ടി വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെ വരയ്ക്കാമെന്ന് മനസ്സിലായി.
ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി കർവിനെ കുറിച്ചാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി കർവിനെ കുറിച്ചാണ്. എങ്ങനെ ഫ്രീക്വൻസി കർവ് വരയ്ക്കാം എന്ന് നോക്കാം. ഫ്രീക്വൻസി പോളിഗണിന്റെ പോയിന്റിലൂടെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്ന കർവാണ് ഫ്രീക്വൻസി കർവ്. അതായത് ഫ്രീക്വൻസി പോളിഗണിന്റെ പോയിന്റിലൂടെ ഫ്രീ ഹാൻഡ് ആയി വരയ്ക്കുന്ന കർവാണ് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവ് എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ഹിസ്റ്റോഗ്രാം ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ഫ്രീക്വൻസി കർവ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ. അതായത് താഴെ തന്നിട്ടുള്ള ഡാറ്റ അനുസരിച്ചിട്ട് ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വരയ്ക്കാം. നമ്മുടെ ഡാറ്റ ഇതാണ്. എക്സും എഫും തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ ആണ്, എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ആണ്. ഓക്കെ, എത്ര ക്ലാസ് തന്നിട്ടുണ്ട്? നമുക്ക് മൊത്തം 5 ക്ലാസ് തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, ഇങ്ങനെ 5 ക്ലാസ് തന്നിട്ടുണ്ട്. ഈ 5 ക്ലാസ് നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യും. ഇനി എഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 5, 10, 25, 16, 2 എന്നിങ്ങനെ 5 ഫ്രീക്വൻസികളും തന്നിട്ടുണ്ട്. ഓരോ ക്ലാസ്സിനനുസരിച്ചുള്ള ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? വൈ ആക്സിസിൽ മാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് എക്സ് ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസും മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ വേരിയബിൾ ആയ എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ നമ്മൾ ഫ്രീക്വൻസി മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമ്മൾ ഇവിടുന്ന് എക്സ് ആക്സിസിൽ ക്ലാസ് തുടങ്ങുന്നത് 0 to 10 എന്നുള്ള ക്ലാസ് ആണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ 0, 10, 20, 30, 40, 50, അതായത് ക്ലാസ് തുടങ്ങുന്നത് 0 മുതൽ അവസാനിക്കുന്നത് 50 വരെയാണ്. അതുകൊണ്ട് നമ്മളിവിടെ 10, 20, 30, 40, 50 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 മുതൽ 50 വരെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇന്റർവൽ ഇവിടെ എത്രയാണ്? 10 ആണ്. അതുകൊണ്ട് 10 ഡിഫറൻസിലാണ് നമ്മൾ എക്സ് ആക്സിസിൽ ക്ലാസ്സുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വൈ ആക്സിസിന്റെ കാര്യം നോക്കാം. വൈ ആക്സിസിൽ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി എത്രയാണ്? 25 ആണ്. ഏറ്റവും ചെറിയ ഫ്രീക്വൻസി എത്രയാണ്? 2 ആണ്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ഈ ഡാറ്റ തന്ന ഡാറ്റ അനുസരിച്ചിട്ട് വൈ ആക്സിസിൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 സെന്റിമീറ്റർ അകലത്തിൽ 5 ഡിഫറൻസിലാണ് നമ്മൾ പോയിന്റുകൾ ഫ്രീക്വൻസി ഒക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 5, 10, 15, 20, 25. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഉപയോഗിക്കാം, 3 ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഡയഗ്രാം വലിപ്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 5 എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ വേരിയബിളും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ വേരിയബിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, ഫ്രീക്വൻസി വൈ ആക്സിസിലും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യമായിട്ട് ഹിസ്റ്റോഗ്രാം ആണ് വരയ്ക്കുന്നത്. 0 to 10 എന്ന ക്ലാസിന്റെ ഹൈറ്റ് 5 ആണ്. അപ്പോൾ നമ്മൾ 0 to 10ന്റെ 5 എന്ന ഉയരത്തിൽ ബാർ വരച്ചു. ഇനി 10 to 20 എന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 10 ആണ്. അപ്പൊ നമ്മൾ 10 ഉയരത്തിൽ അടുത്ത ക്ലാസ്സിന്റെ 10 to 20 എന്ന ക്ലാസിന്റെ ബാർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി 20 to 30 എന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 25 ആണ്. 25 ഹൈറ്റില് നമ്മൾ 20 to 30 എന്ന ക്ലാസ്സിന് ബാർ വരച്ചു. ഇനി 30 to 40 എന്ന ക്ലാസ്സിന്റെ ഫ്രീക്വൻസി 16 ആണ്. 16 എന്ന ഉയരത്തിൽ, 16 ഇവിടെ ആയിരിക്കും, 16 എന്ന ഉയരത്തിൽ നമ്മൾ 30 to 40ക്ക് ഒരു ബാർ വരച്ചു. ഇനി 40 to 50 എന്ന ക്ലാസ്സിന്റെ ഫ്രീക്വൻസി 2 ആണ്. 2 ഏകദേശം ഇവിടെ ആയിരിക്കും. 2ന്റെ ഹൈറ്റിൽ നമ്മൾ 40 to 50 എന്ന ക്ലാസ്സിന് ബാർ വരച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കണം. ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോൾ നമ്മുടെ എക്സ് ആക്സിസ് കുറച്ച് നീട്ടി വരയ്ക്കണം. ഇവിടെ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഓരോ ബാറിന്റെയും മിഡ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. മിഡ് പോയിന്റ് നമ്മൾ മധ്യബിന്ദു മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തു. നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോയിന്റ് ഒക്കെ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാം. സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ കിട്ടി. ഫ്രീക്വൻസി പോളിഗൺ, ഇതാണ് ഫ്രീക്വൻസി പോളിഗൺ.
ഫ്രീക്വൻസി പോളിഗൺ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഫ്രീക്വൻസി പോളിഗണിന്റെ പോയിന്റിലൂടെ ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ കർവ് വരയ്ക്കണം. അതായത് നമ്മൾ സ്കെയിലൊന്നും ഉപയോഗിക്കരുത്. അപ്പൊ നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, നമുക്കപ്പോ ഒരു കർവ് വരച്ചു കിട്ടില്ലേ? നമ്മൾ ഫ്രീക്വൻസി പോളിഗണിന്റെ പോയിന്റിലൂടെ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചു കഴിഞ്ഞു. ഇതാണ് ഫ്രീക്വൻസി കർവ്. നമ്മൾ ഫ്രീക്വൻസി പോളിഗണിന്റെ പോയിന്റിലൂടെ ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ കർവ് വരച്ചു. അതാണ് നമ്മുടെ ഫ്രീക്വൻസി കർവ്. അപ്പൊ നമ്മൾ ഈ ഡയഗ്രത്തിൽ എന്തൊക്കെ കാണിച്ചു? ഫ്രീക്വൻസി പോളിഗൺ ഉണ്ട്, ഫ്രീക്വൻസി കർവ് ഉണ്ട്, ഹിസ്റ്റോഗ്രാമും വരച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഡയഗ്രത്തിൽ ആദ്യം ഹിസ്റ്റോഗ്രാം വരച്ചു, അതിനുശേഷം ഫ്രീക്വൻസി പോളിഗൺ വരച്ചു, ഫ്രീക്വൻസി പോളിഗൺ ശേഷം നമ്മൾ ഫ്രീക്വൻസി കർവും വരച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചു, അതിനുശേഷം ഫ്രീക്വൻസി പോളിഗൺ വരച്ചു, അതിനുശേഷം ഫ്രീക്വൻസി കർവും വരച്ചു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 6 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.